ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ വർഷക്കാലം സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ഇന്നലത്തെ ഇടിവെട്ടും മഴയൊക്കെ അതിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. എൻ്റെ പൊന്നോ, രക്ഷയില്ലായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ മഴ പെയ്യുന്ന കാഴ്ചകളൊക്കെ. കാര്യം നമ്മുടെ ചെടികൾക്ക് മഴയും മഴക്കാലമൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ചെടിയെ സംരക്ഷിക്കുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മഴ പ്രശ്നമായി തുടങ്ങും കേട്ടോ ചെടികൾക്ക്. ചെടികൾ നശിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പം അതിന് മുന്നേ തന്നെ ചെടിച്ചട്ടികളിലെ ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുക. നിങ്ങൾക്കിപ്പോൾ നിലവിൽ നല്ലൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ഗാർഡനർ ആയതിൻ്റെ പിന്നിൽ മിക്കവാറും സ്റ്റാർട്ടിങ് മണി പ്ലാന്റ് തന്നെ ആയിരിക്കും അല്ലേ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഒത്തിരി വേരിയേഷൻസും വെറൈറ്റീസും ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സംഭവം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് എടുത്ത് വെക്കാം. കുറച്ചധികം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിലേക്ക് പോകാൻ നേരം കുറച്ചൊക്കെ വേര് പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അധികം വാടിയൊന്നും പോകില്ല. അപ്പം ഞാൻ ഇപ്പോഴേ എടുത്ത് വെള്ളത്തിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. ഈ ബംഗാളിൽ എൻ്റെ പൂന്തോട്ടം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുരങ്ങന്മാർ അതിനെ ഒരു തീർപ്പാക്കി തന്നതുകൊണ്ട് ഇനിയുള്ള തുടക്കം മണി പ്ലാന്റിൽ നിന്ന് തന്നെ ആവാമെന്ന് ഞാൻ വിചാരിച്ചു. മണി പ്ലാന്റ് ആണല്ലോ നമ്മുടെയൊക്കെ ഗുരു എന്ന് പറയുന്നത്. മണി പ്ലാന്റ് ആദ്യം വെച്ച് അത് പച്ച പിടിച്ച് ആ പച്ചപ്പീന്നായിരിക്കും മിക്കവാറും എല്ലാവരുടെയും ഗാർഡൻ ഉയർന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ മണി പ്ലാന്റ് ഒന്നെങ്കിലും നല്ലപോലെ ഹാങ് ചെയ്തിടാനും പറ്റും, അതല്ലെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർത്താനും പറ്റും കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മുടെ ആ ലോൺ ഏരിയ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ജാതിയുടെ അടുത്ത് തൂക്കിയിട്ടേക്കുന്നത് ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി. പക്ഷെ ഇവിടെ ബുഷിയായിട്ട് നിൽക്കുന്ന കേട്ടോ രസം. അപ്പം അത് കാരണം എന്തേ ഇങ്ങനെ ഹാങ് ചെയ്ത് വന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ഒടിച്ച് കുത്തി കൊടുത്താൽ മതി. അത് വളരെ ചെറിയ തണ്ടായിട്ട് ഒടിച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വന്നോളും. ആരോ എനിക്ക് കമൻസിലിട്ടിരുന്നു എങ്ങനെയാണ് മണി പ്ലാന്റ് ബുഷിയായിട്ട് വരണേന്ന്. ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ സംഭവം സെറ്റായി കിട്ടിക്കോളും. പിന്നെന്താ, അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.